നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പറക്കും തളികയിലെ ഒരു സീക്വൻസ്, അങ്ങനത്തെ ഒക്കെ സ്റ്റൈല്, പിന്നെ നമ്മുടെ അവൈ ഷൺമുഖി, അങ്ങനത്തെ ഒക്കെ ഒരു സ്റ്റൈല് വേണം നമുക്ക്. ഓരോ സോങ്ങിൻ്റെ സിറ്റുവേഷൻ വന്നാൽ അതൊക്കെയാണ് ഇതിലത്തെ ഒരു എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു. ചെയ്തിരുന്ന കുറേ, ഇപ്പോൾ കുറേ മിസ് ചെയ്യുന്ന കുറേ പടങ്ങളുണ്ട്. പണ്ടൊരു കാലത്ത് ഫാമിലി ആയിട്ടുള്ള എൻ്റർടൈൻമെൻ്റ് ഉള്ള ഒരു സ്റ്റോറി ഇപ്പോൾ പലതും എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഇപ്പം അടുത്തൊന്നും അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും നമ്മളെ ഫാമിലിയും അയൽപ്പക്കങ്ങളും എല്ലാവരും കൂടെ കൂടിയിട്ടുള്ളൊരു ആഘോഷം ഒക്കെ ആയിട്ട് ഇപ്പം അടുത്ത കാലത്തൊന്നും അങ്ങനത്തെ ഒരു സീക്വൻസുകൾ ശരിക്കും പറഞ്ഞാൽ ജീവിതം. കാരണം എൻ്റെ മാരേജ് ആക്ച്വലി ഞാൻ കൽപ്പിച്ചു കൂട്ടിയ ഒരു 34 എൻ്റെ മാരേജ് കഴിഞ്ഞു, 34. അപ്പോൾ ഏകദേശം ഒരു 32 വരെ ഞാനും ഇതൊരു 5-8 പെണ്ണുകാളിൽ നടന്നിട്ടുണ്ട്. അല്ല, 32 വരെ ഞാൻ അതേമാതിരി പെണ്ണുകാണാൻ നടന്നിട്ടുണ്ട്. ഈ 30ാമത്തെ 2-3 വർഷം ഇതായപ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്ത്. പിന്നെ എനിക്ക് മതി എന്ന് പറഞ്ഞ് 34ാമത്തെ ഇതിൽ ഓർക്കാപ്പുറത്ത് വന്നൊരു കല്യാണം വേഗം ഇതായി. സുഖസുന്ദരമായി കൊച്ചുണ്ടായി. മാപ്സ്റ്റിക് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഇസ് സൂര്യ ജയൻ. വയസ്സ് എത്രയെന്ന മൂവിയുടെ മ്യൂസിക് ഡയറക്ടറായ സിബു സുകുമാരൻ, ഷമീർ ജിബ്രാൻ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഈ ഒരു മൂവിയുടെ നമ്മൾ എല്ലാം അറിഞ്ഞു, എൻ്റർടൈൻമെൻറ്റാണ്, എന്താണ് ജനങ്ങളിലേക്ക് എത്തുന്നത്, ഭയങ്കര ഓരോ ക്യാരക്ടറും നല്ല കൊമേഡിയനാണെന്ന് കേട്ടു. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ചെയ്യുമ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരിക്കും. ടെൻഷൻ അങ്ങനെ എനിക്കിതിൽ വെല്ലുവിളിയ അങ്ങനെ പറഞ്ഞിരുന്നു വെച്ചാൽ, എനിക്ക് ഇതിൽ കുറച്ച് കോമിക്കായിട്ട് എലമെൻ്റ് ഉള്ള കുറേ സംഭവങ്ങൾ കാരണം സ്ക്രിപ്റ്റ് ഞാനൊരു പാട്ട് ചെയ്യണതിൻ്റെ മുന്നേ ആദ്യം സ്ക്രിപ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ചെയ്യാൻ പറയാറുണ്ട് എപ്പോഴേ. അപ്പോൾ ഷിജുബായും ഫൈസൽ മാഷായിരുന്നു ആദ്യം എന്നെ ഈ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവന്ന്. ഫൈസൽ മാഷായിട്ട് പണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ്, പണ്ട് പോലെയുള്ള കുറേ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള. അപ്പോൾ അങ്ങനെ ഫൈസൽ മാഷ് പരിചയപ്പെടുത്തി. ഷിജുബായി ഒക്കെ വന്നു, ഷിജുബായി പപ്പൻ സാറൊക്കെ നമ്മളെടുത്ത് വന്ന സമയത്ത് ഇതിനെ ഒരു കല്യാണം, ഈ കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കതിൽ അപ്പോൾ നമുക്ക് കുറച്ച് സീരിയസ് ആവുന്ന നമ്മൾ ചിന്തിക്കുന്നത്, കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഫൈറ്റും ഇതൊക്കെ അല്ലേ എന്നൊക്കെയുള്ള. ഇത് പെണ്ണ് കിട്ടാത്തതിൻ്റെ കഥയാണെന്നുള്ള ഒരു കണ്ടന്റ് പറഞ്ഞു. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ഇത്ര 4 സോങ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സോങ്സിൻ്റെ സീക്വൻസുകളൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് വന്നപ്പോൾ നല്ല രസമുള്ള, നല്ല ഫണ്ണിയായിട്ടുള്ള, നല്ല രസമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ പവറും തോന്നുന്നു. അപ്പോൾ പടത്തിന് അങ്ങനെ ഒരു മൊത്തം സ്ക്രിപ്റ്റ് ഫണ്ണി എലമെൻ്റ് ആണ് മൊത്തം പോകുന്നത്. അപ്പോൾ നമുക്ക് റെഫറൻസ് ഒക്കെ എന്ന് പറയുന്നത് പഴയ ഈ നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പറക്കും തളികയിലെ ഒരു സീക്വൻസ്, അങ്ങനത്തെ ഒക്കെ സ്റ്റൈല്, പിന്നെ നമ്മുടെ അവൈ ഷൺമുഖി, അങ്ങനത്തെ ഒക്കെ ഒരു സ്റ്റൈല് വേണം നമുക്ക്. ഓരോ സോങ്ങിൻ്റെ സിറ്റുവേഷൻ വന്നാൽ അതൊക്കെയാണ് ഇതിലത്തെ ഒരു എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പം ഓരോന്ന് വന്ന് ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾ രസമായിട്ട് തോന്നി. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് പാട്ടുകൾ ഇങ്ങനെ ചെയ്ത്, പിന്നെ നമുക്ക് പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ദിവസം ഓരോ സോങ് എന്നുള്ള രീതിയിൽ നമുക്ക് ട്യൂൺ കൊടുക്കേണ്ടി വന്നു. ശരിക്കും ഈ മൂവിയിൽ എത്ര സോങ്സ് ഉണ്ട്? 4 സോങ്, 5 പേര്, 5 ഇതായിട്ട്. അതായത് ഒരു സോങ് തന്നെ റിപ്പീറ്റ് ആയിട്ട് 2 സ്ഥലത്ത് വരുന്നുണ്ട്, രണ്ട് വേർഷനായിട്ട്. അപ്പോൾ 2 പേരെ പാടിയിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഇതിൽ പാടിയിട്ടുള്ളത് ഇപ്പോൾ എഴുതിയത് തിരുമേനി കേട്ടോ, കൈതപ്പുറം തിരുമേനി ആയിരുന്നു. കൈതപ്പുറം നമ്പൂരി കൈതപ്പുറം സാറ് എഴുതുമ്പോൾ തന്നെ ഒരു ദിവസം ഞങ്ങൾ സാറിൻ്റെ വീട്ടിൽ ചെന്ന് 4 പാട്ടും, അത്ഭുതം എന്ന് പറയാന്ന് വെച്ചാൽ 4 പാട്ടും ഒരു ദിവസം രാവിലെ 9 മണി തുടങ്ങി 3 മണിയാകുമ്പോഴേക്കും പുള്ളി 4 പാട്ട് എഴുതി തന്നു. ഞങ്ങൾ ട്യൂൺ കൊണ്ടുപോയിരുന്നു. 3 പാട്ടിന് ട്യൂണ് കൊണ്ടുപോയി, ഒരു പാട്ട് അവിടെ ഇരുന്ന് കമ്പോസ് ചെയ്തു സാറിൻ്റെ അടുത്ത്. അപ്പോൾ എല്ലാവരും നല്ല ഒരു രസമായിട്ടായിരുന്നു ചെയ്തതൊക്കെ. പിന്നെ അതിൽ പാടിയിട്ടുള്ളത് വിനീതേട്ടൻ പാടിയിട്ടുണ്ട്, വിനീത് ശ്രീനിവാസൻ, സജീർക്കൊപ്പം നമ്മുടെ ശ്രീറാം സാറ്, ശ്രീറാം സാറ്, പിന്നെ വൈക്കം വിജയലക്ഷ്മി ചേച്ചി, പിന്നെ രശ്മി പണിക്കർ, പിന്നെ ഏറ്റവും ഒരു സസ്പെൻസ് വെച്ചാൽ ഫിറോസ്ക പാടിയിട്ടുണ്ട്. ഫിറോസ് കുന്നും പറഞ്ഞു, നമ്മുടെ പുള്ളി അസാധ്യ ഗായകനാണ്. അപ്പം ഞങ്ങൾ ഓരോ പാട്ട് കഴിയുമ്പോഴും ഞാൻ ഡിസ്കഷൻ വരും, ഇതാരെ കൊണ്ട് പാടിക്കാം എന്നുള്ളത്. അപ്പം
ഓരോ പാട്ടിനും നമ്മളെ മൈൻഡിൽ ഒരു കമ്പോസ് ചെയ്യുമ്പോഴേ നമുക്ക് ഏകദേശം ഒരു പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്ത് പകുതി ആകുമ്പോൾ തന്നെ നമുക്കൊരു മൈൻഡിൽ ഗായകനോ ഗായികയോ നമുക്ക് മൈൻഡിൽ വരും. അപ്പോൾ എനിക്ക് ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ ചെയ്തത് ഫിറോസ്ക പാടിയ പാട്ടായിരുന്നു. അത് ആക്ച്വലി ഫിറോസ്ക അതിലേക്ക് വന്ന് പെട്ടതാട്ടോ. പെട്ട അങ്ങനെയല്ല, അതായത് ഇത് ആരെ കൊണ്ട് പാടിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നാലാമത്തെ ഒരു സോങ് ചെയ്തപ്പോൾ. അപ്പോൾ കുറേ ഡിസ്കഷൻ വന്നു. അപ്പോൾ നമുക്കൊരു ഭയങ്കര സോഫ്റ്റ് വോയിസ് ആയിരിക്കണം എന്നൊക്കെ ഇതാക്കിയപ്പോഴാണ് ഫിറോസ്ക ഓൾറെഡി എൻ്റെ കുറേ വർക്കുകൾ പാടിക്കൊണ്ടിരിക്കുക, ഞങ്ങൾ കുറേ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഫിറോസ് ഖാനെ കൊണ്ടൊന്ന് പാടിച്ചു നോക്കി. അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ മൂവിയുടെ ഒരു കാസ്റ്റിംഗ് അടിപൊളിയായി. അപ്പൊ അതേപോലെ തന്നെ ആയിരിക്കും അതിന്റെ പാട്ടിന്റെ സെലക്ഷനും സിംഗേഴ്സും ഒക്കെ എല്ലാം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്ത് എല്ലാ ആൾക്കാരും ഡെഡിക്കേറ്റ് ചെയ്താണ് ഈ ഒരു മൂവി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഈ ഒരു മൂവിയില്? ഇതില് എക്സ്പീരിയൻസേ ഉള്ളൂ. എൻ്റെ 5ാമത്തെ മൂവിയാണ്. ആദ്യം പീസ് എന്ന് പറഞ്ഞ മൂവിയാണ്, പീസ് എന്ന് പറഞ്ഞ മൂവിയാണ്. അതിനുശേഷം അഭ്യൂഹം, റൈസ് ഓഫ് പോലീസ്, പിന്നെ അപ്പോൾ അതിൽ നിന്നൊക്കെ നേരെ വിപരീതമായിട്ടാണ് എനിക്ക് ഈ സബ്ജക്റ്റ് കിട്ടിയത്. അതൊക്കെ കുറച്ച് ഫാസ്റ്റും ഫൈറ്റും അതിന് ഫാസ്റ്റ് കട്ടുകളുള്ള ഒരു മൂവീസാണ്. പക്ഷെ ഇത് കൾച്ചറാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഡിഫറെൻ്റ് ആയിട്ട് സാധാരണ മലബാർ ഏരിയയിൽ കാണുന്ന സബ്ജക്റ്റുകളൊക്കെ എല്ലാവർക്കും കോമണാണ്, യൂസ്വലായിട്ട്. ഇത് അതിൽ നിന്ന് എന്തെങ്കിലും എൻ്റെ ആയിട്ട് ടിപ്സ് കൊടുക്കാൻ പറ്റുന്നില്ലാണെങ്കിൽ ഏറ്റവും വലിയ ചലഞ്ച്. പിന്നെ അതിന് സപ്പോർട്ടായിട്ട് നല്ല ഇത് പഴയ സീനിയറായിട്ടുള്ളൊരു ഡയറക്ടറാണ്. ഒത്തിരി ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കണ്ടിരുന്ന മറ്റേ എന്താ അയലത്തെ അദ്ദേഹമാണ് അത്തരം പടങ്ങളിൽ അസോസിയേറ്റ് ഒക്കെ ആയിരുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വലുത്. പൂർവ്വ സ്വാതന്ത്ര്യം തന്നു പുതിയ ടെക്നോളജി അപ്ലൈ ചെയ്യാൻ. പല ഡയറക്ടേഴ്സും അതിന് സമ്മതിക്കാറില്ല. പുതിയ ടെക്നോളജീസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണോ പാട്ട് ഇതിനോട് ചെയ്ത പാട്ടുകളൊക്കെ തന്നെ ഹിറ്റാണ്. ഇതൊരു പണ്ടുള്ള കാലത്തെ ഒരു മൂവി പോലെ അത്രയും എന്റർടൈൻ, ചേട്ടൻ പറഞ്ഞ പോലെ പറക്കുന്തളിക അതുപോലെയൊക്കെയുള്ള പറക്കുന്തളിക നമുക്ക് ഒരിക്കലും ഇമാജിൻ, അത്രയും അടിപൊളി മൂവിയാണ്. അപ്പൊ അതേപോലെ ഒരു മൂവി പിന്നും വരാന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ജനങ്ങൾ നമ്മള് പണ്ട് മിസ് ചെയ്തിരുന്ന കുറെ, ഇപ്പൊ കുറെ മിസ് ചെയ്യുന്ന കുറെ പടങ്ങളുണ്ട്. പണ്ടൊരു കാലത്ത് ഫാമിലി ആയിട്ടുള്ള എന്റർടൈൻമെന്റ് ഉള്ള ഒരു സ്റ്റോറി ഇപ്പൊ പലതും എനിക്ക് തോന്നുന്നു. നമുക്ക് ഇപ്പൊ അടുത്തൊന്നും അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും നമ്മളെ ഫാമിലിയും അയൽപ്പക്കങ്ങളും എല്ലാവരും കൂടെ കൂടിയിട്ടുള്ളൊരു ആഘോഷം ഒക്കെ ആയിട്ട് ഇപ്പൊ അടുത്ത കാലത്തൊന്നും അങ്ങനത്തെ ഒരു സീക്വൻസുകൾ എല്ലാം സിനിമാറ്റിക് ആണല്ലോ ഇപ്പം കൂടുതലും അങ്ങനെ വരുന്ന ഒരു മൂവിയാണ്. അപ്പം അതിൽ നിന്ന് അത്രയും എന്താണ് ജനങ്ങള് എന്താ പറയാ അത്രയും ഉൾക്കൊണ്ടുള്ള ഒരു മൂവി ആയിരിക്കും ഇതെന്ന് പറയാൻ നമുക്ക് പറ്റും. ഇത് ജീവിതമാണ്, ശരിക്കും പറഞ്ഞാൽ ജീവിതം. കാരണം എൻ്റെ മാരേജ് ആക്ച്വലി ഞാൻ കൽപ്പിച്ചു കൂട്ടി ഒരു 34 എൻ്റെ മാരേജ് കഴിഞ്ഞു. 34. അപ്പൊ ഏകദേശം ഒരു 32 വരെ ഞാനും ഇതൊരു 5-8 ചോദിക്കായിരുന്നു വയസ്സെറ്റായിരുന്നു. അല്ല, 32 വരെ ഞാൻ അതേമാതിരി പെണ്ണാണെന്ന് നടന്നിട്ടുണ്ട്. 30ാമത്തെ 2-3 വർഷം ഇതായപ്പോ ഞാൻ ഡ്രോപ്പ് ചെയ്ത്. പിന്നെ എനിക്ക് മതി എന്ന് പറഞ്ഞ് 34ാമത്തെ ഇതില് ഓർക്കാപ്പുറത്ത് വന്നൊരു കല്യാണം വേഗം അപ്പൊ ക്രൂവിലുള്ള എല്ലാവരുടെ അനുഭവമാണല്ലേ സിനിമ എന്ന് പറയുന്നത്. ഞാനിത് അന്വേഷിക്കുമ്പോ എന്റെ കുറെ കൂട്ടുകാർ 40 കൂട്ടുകാരുടെ കല്യാണം കഴിക്കാത്ത കുറെ പേരുണ്ട്. ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പഞ്ചായത്തുണ്ട്, അവിടെ തന്നെ എനിക്ക് തോന്നുന്നത് 50% ആളുകൾ ഇപ്പോഴും ഇതേപോലെ പെണ്ണി കിട്ടാറ് റിയാലിറ്റി മലബാറിൽ. അല്ല, അവിടെ അങ്ങനെ ഒരു ഇതുണ്ട്, കുറെ ഡിമാൻഡുകൾ. അവിടെ തൊട്ടപ്പുറത്തിൽ ഞങ്ങളുടെ സ്റ്റോറിയാണ് പറഞ്ഞു. അതെൻ്റെ അടുത്ത് ഇതിന്റെ പ്രൊഡ്യൂസറും ഇതിലൊരു നല്ലൊരു ആക്ടിങ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോറി കേൾക്കുമ്പോ തന്നെ എനിക്ക് വണ്ടടിച്ച് ചെയ്യാൻ ഒരുപാടുണ്ട്. കണ്ടന്റ് ചെറുതാണെങ്കിലും ഇപ്പൊ ഷിജുചേട്ടൻ പറഞ്ഞ പോലെ വടകരയിലുള്ള എല്ലാ ആൾക്കാരും നല്ല സഹകരണമായിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പൊ നല്ല മനുഷ്യരായിരുന്നു, അതുകൊണ്ട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ജീവിതമാണ്, അവര് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ പറഞ്ഞ പോലെ മലബാർ സൈഡിലേക്ക് പെണ്ണ് കിട്ടാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ തോന്നുന്ന സമയത്ത് ഒരു സിനിമ കൊണ്ടുവരുമ്പോൾ അവർക്ക് പെട്ടെന്നത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പം ഇങ്ങനെ 30 വയസ്സ് കഴിഞ്ഞ് കെട്ടുന്നവരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇപ്പം എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അപ്പം അവിടെ ഇങ്ങനെ അധികം കാണാറില്ല.
അപ്പം എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് അവിടെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തിങ്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു മൂവി അവരിലേക്ക് പെട്ടെന്ന് കണക്ട് ആയില്ലേ, അതുകൊണ്ട് സക്സസ് ആയില്ലേ. ഞാൻ ഓടിയൊരു ഓട്ടം, എനിക്ക് ആദ്യം ഓടിയൊരു ഓട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗ്യാപ്പ് എടുത്തിട്ട് പെട്ടെന്ന് ഒരു കല്യാണം വന്നപ്പോൾ അതും കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ആ സമയത്ത് ഓടിയൊരു ഓട്ടം ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് ഇത് കാണുമ്പോൾ നമുക്ക് അതൊക്കെ ഓർമ്മ വരും. ഒരു ഓർമ്മയെല്ലാം അയവർത്തിക്കൊണ്ടുള്ള ഒരു മൂവിയായിരുന്നു. ആദ്യം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുന്നത്, ആദ്യമൊക്കെ ഈ പെണ്ണ് കാണാനൊക്കെ പോകുമ്പോഴേ ഈ ഭയങ്കര നീറ്റ്, ഭയങ്കര ഇതൊക്കെ ഡ്രസ്സൊക്കെ ഭയങ്കര ഇതൊക്കെ ആയിട്ട് ഇതാ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സെറ്റപ്പിലൊക്കെ പോകണം നമ്മൾ ചെല്ലണത്. പിന്നെ ലാസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ കല്യാണം നടന്ന കല്യാണം എങ്ങനെയാ വെച്ചാല്, അന്ന് ഞാൻ പോയത് ഒരു ലോക്കൽ ടീഷർട്ടും ലോക്കൽ പാൻറ്റും എടുത്തിട്ട് പോയി. അത് അപ്പോൾ പെങ്കൊച്ചിന് ഇഷ്ടപ്പെട്ട് അങ്ങനെ സംഭവം നടന്നത്. അതുവരെ ആ ഓട്ടോ ഓടിയതൊക്കെ ഞാൻ ഭയങ്കര ഇതിലായിരുന്നു, ഭയങ്കര ടിപ് ടോപ്പായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ അപ്പോൾ ഈ ഓട്ടോ ഒക്കെ ഇതിൽ നമുക്ക് മൈൻഡിൽ കിട്ടിയിരുന്നു. അപ്പോൾ ഇതുമാതിരി ഒരു ഓട്ടത്തിൻ്റെ ഒരു സോങ്ങാന്ന് പറഞ്ഞാണ് ഇതിലൊരു കൊട്ടാരം വീടിനകത്തും സോങ്, ഒരു ഫാസ്റ്റ് സോങ് ഉണ്ട്, കച്ച 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 കച്ച. ആ ഒരു അവൈഷൺമുഖിക്കായിരുന്നു എനിക്ക്. അപ്പം എനിക്കൊരു നമുക്കത് കമ്പോസ് ചെയ്യുമ്പോൾ എനിക്കൊരു പേടിയായിരുന്നു. ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ കല അങ്ങനത്തെ ഒരു സാധനം വേണ്ടത്, അങ്ങനത്തെ ഒരു സീക്വൻസുകളാണ് നമുക്ക് ഇത് കൊടുക്കാനുള്ളത്, കമ്പോസ് ചെയ്യുമ്പോൾ കൊടുക്കാനുള്ളത്. എനിക്കിത് വായിൽ വഴങ്ങണമെങ്കിലേ ട്രാക്ക് ചെയ്യുമ്പോഴേ അവസാനം കൈതപ്രസാദ് വരിയൊക്കെ എഴുതി വന്നപ്പോഴാണ് അതൊന്ന് കറക്റ്റാക്കി ഇതിലേക്ക് ഒതുക്കി കിട്ടിയത്. ശരിക്കും കമ്പോസിംഗ് സമയത്തും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? ആ ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം അത് ആസ് യൂഷ്വൽ എന്തായാലും നമുക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഡയറക്ടറും പ്രൊഡ്യൂസറും മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുക. എന്തായിരിക്കും ശരിയായിട്ടപ്പം റെഡിയാവും, 10 മിനിറ്റ് ഇപ്പം റെഡിയാക്കാറുണ്ട്. മിക്കവാറും രാവിലെ വിളിച്ചാൽ കിട്ടില്ല, കാരണം രാവിലെ പകലൊക്കെ രാത്രിയൊക്കെ മിക്കവാറും വർക്ക് ചെയ്ത് പകലൊരു ഉച്ചവരൊക്കെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ആ സമയത്തേക്ക് ഒരു 10 മിസ് കോൾ വന്നിട്ടുണ്ടാവും. 11ാമത്തെ മിസ് കോള് ഞാൻ എടുക്കും, ശരിയായിട്ടപ്പം തരാന്ന് പറഞ്ഞിട്ട് ഒരു ട്യൂണ് ഒരു ഇതിൽ മൂളും, എന്നിട്ട് ഒരു 2-3 ട്യൂണൊക്കെ കൊടുക്കും, അതിലൊന്ന് സെറ്റാവും. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇതിൽ നടന്നിട്ടുണ്ട്, കുറേ ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ ഇതിനു വേണ്ടി ഈ ലിറിക്സ് എഴുതിക്കാൻ വേണ്ടി ഞങ്ങൾ കൈതപ്രസാറിൻ്റെ അടുത്ത് പോയപ്പോൾ ഉള്ള കുറേ ഓട്ടവും. അപ്പോൾ പുള്ളിക്ക് ഞങ്ങളുടെ ഒരു ധൃതിയും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ പുള്ളി അത് ആപ്റ്റായിട്ട് ഇങ്ങനെ ഓരോരോ വരികൾ ഓരോ ട്യൂണിനനുസരിച്ച് നമുക്ക് തന്നു. അത് അതേമാതിരി എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ നമുക്ക് എൻ്റെ മൈൻഡിലുള്ള വിഷ്വൽ എന്തൊക്കെയാണ്, അതിൻ്റെ അപ്പുറത്തെ സാധനങ്ങൾ ഈ മനുഷ്യൻ ഇവിടെ പകർത്തി വയ്ക്കുന്നുണ്ട്. ഞാൻ കാരണം സെറ്റിലൊക്കെ പോയപ്പോൾ ഈ പറമിറയെ പൊന്നുണ്ടെന്നുണ്ട് സോങ് അത് മാരക ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. പിന്നെ അയ്യപ്പദാസ് സാറുണ്ട് കൊറിയോഗ്രാഫി, ഒരു രക്ഷയില്ല. വർക്കൊക്കെ ശരിക്കും ആ ഒരു എഫോർട്ട് ശരിക്കും കാണാനുണ്ട്. ആ ഒരു പ്രൊമോയില് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ജനങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട്. തനി മലബാർ തന്നെയാണ് കാസ്റ്റ്, പുതിയ ആളുകൾ. അതൊക്കെ എനിക്ക് ഭയങ്കര ചലഞ്ചിങ്. 99 വയസ്സായി മുത്തശ്ശി അഭിനയിച്ചിട്ടുണ്ട്, ഭയങ്കര അസറ്റ്. എനിക്ക് അവരൊക്കെ നമ്മൾ കാണാത്ത ഫ്രെയിമുകളാണ്, കാരിക്കേച്ചർ പോലെയുള്ളത്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ വെച്ചാൽ 8-9 മിനിറ്റോളം സിംഗിൾ ഷോട്ട്. എഫോർട്ടുകളുണ്ട്. പുതിയ ആളുകൾ ആകുമ്പോൾ കുറച്ച് ചലഞ്ചിങ്. കാരണം ആർട്ടിസ്റ്റ് പക്ക എല്ലാവരും ആർട്ടിസ്റ്റാണ്, ഇല്ലാന്നല്ല, പക്ഷെ എക്സ്പീരിയൻസിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇത് ഭയങ്കര സ്മൂത്തായിട്ട് അവരോട് ചെയ്ത് കിട്ടിയ ഒരു സാധനമാണ്. അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അതെങ്ങനെ അത് എടുക്കാതില്ലല്ലോ, പക്ഷെ ഇത് ട്രീറ്റ്മെന്റ് ആണ് അതിൽ ചെയ്തത്. ഇപ്പം ഉള്ള ഒരു വലിയൊരു പ്രശ്നമാണ് മൂവി റിവ്യൂയുടെ കാര്യത്തിൽ. ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പാട്ട് കൊണ്ട് ചിലപ്പോൾ കൂടുതൽ എന്താ പറയുക ഫേമസ് ആവാം, അല്ലെങ്കിൽ കുറച്ച് ഇഷ്ടപ്പെടായികയൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ അല്ലെങ്കിൽ ഒരു നല്ലൊരു മൂവിനെ അതിനെ കുറച്ചുകൊണ്ട് പറയുന്ന കുറേ റിവ്യൂസ് ഒക്കെ ഇറങ്ങാറുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതൊന്നും ആൾക്കാർ കണ്ടുവരുത്തും. അത് ചിലവർ അതിനെ എത്ര താഴ്ത്താൻ നോക്കിയാലും പൊങ്ങാനുള്ള പൊങ്ങന്നെ ചെയ്യും. എന്തായാലും എന്ന് പറയുന്നത് നല്ല വിജയത്തിലേക്ക് എത്തും. അല്ല, അത് എത്ര ആൾക്കാർ അടിച്ചു താഴ്ത്തിയാലും ആൾക്കാർ അത് നന്നാവേണ്ടത് നന്നാവുക തന്നെ ചെയ്യും. കാരണം
അതൊന്നും നെഗറ്റീവ് ഒന്നും ഒരു ഇതിനും ബാധിക്കില്ല. ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ബാധിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ നല്ല കണ്ടന്റ് ആണെങ്കിൽ അത് താനെ കാരണം ഞാനിപ്പോ ഇറങ്ങിയ 1-2 നല്ല പടങ്ങളെ കുറിച്ച് എനിക്ക് എൻ്റെ അടുത്ത ചില സുഹൃത്തുക്കളിൽ നിന്ന് അത് പോരാ, ഈ ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് വരെ ചിലർ അതത്ര വലിയ സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും നമ്മളങ്ങനെ തീർത്തിട്ടില്ല. ഞാൻ അതൊക്കെ പോയി കണ്ടിട്ടുണ്ട്. ഇതും പ്രേമലും ഇറങ്ങുന്ന പടങ്ങളൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി കാണാറുണ്ട്. കാരണം വെച്ചാൽ നമ്മളാ ഒരു അതൊന്നും ഒരിക്കലും ഇതിനെ ബാധിക്കില്ല. അവരെ തോന്നുന്നു അവര് പറയുകയാണെങ്കിൽ ഇന്ത്യൻ പൗരനല്ലേ. അതെ, മഞ്ഞുമൽ ബോയ്സ് പറഞ്ഞ പോലെയാണ് ആടുജീവിതത്തിന്റെ കൂടെയാണ് നമ്മുടെ എന്താ പറയാ വയസ്സെത്രയും മൂവി ഇറങ്ങുന്നത്. അപ്പൊ രണ്ടും ഒരു രണ്ട് തീമിലുള്ള ഒരു മൂവി ആയിരുന്നത് കൊണ്ട് അത് മാത്രമല്ല, ആടുജീവിതം ശരിക്കുള്ള ഒരു റിയൽ സ്റ്റോറിയും ഇതും ശരിക്കും നമ്മൾ അനുഭവിക്കുന്ന ഒരു റിയൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ രണ്ടും നമുക്ക് എല്ലാത്തിനും ഓരോ കഷ്ടപ്പാടുകളുടെയും ഇതിന്റെയും വേർപ്പിന്റെയും ഒരു അതിനെല്ലാം ഫലം വരുന്നതാണ് നമ്മളിത്രയും എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും. ഇപ്പം നിങ്ങളെ ഒരു ജോലി ചെയ്യുമ്പോൾ അതിനൊരു എഫേർട്ട് ഇടുന്നുണ്ട്. നിങ്ങൾ ഇതും എല്ലാം ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വരണം. ഞങ്ങളാണെങ്കിലും ഒരു പാട്ടുണ്ടാക്കുക പറഞ്ഞാൽ ഒരു ഗിറ്റാറും സാധനങ്ങളും ഇതൊക്കെ എടുത്ത് ലൈവ് വായിച്ച് ഇത് എല്ലാം പുറത്തിണക്കിക്കൊണ്ടുണ്ടാവുന്ന ഒരു എഫേർട്ട് ഉണ്ട്. ഈ പുള്ളിക്കാണെങ്കിലും ഈ ക്യാമറയൊക്കെ അറിയാലോ, സാധാ കിമ്പലിൽ പിടിക്കുന്നതിൻ്റെ ഡബിള് സംഭവത്തിൽ ഈ സ്റ്റഡി ക്യാമറ ഇതൊക്കെ വെച്ചിട്ട് ഫ്രെയിം കമ്പോസ് ചെയ്ത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ഒന്നും വെറുതെ ആവില്ല. അതൊക്കെ ആ വർഷം കറക്റ്റായിട്ട് കൊണ്ടെത്തിക്കും നമ്മളൊരു സ്ഥലത്ത്. പിന്നെ ഈ പടത്തിലാണെങ്കിൽ ഇതെല്ലാം സംഭവിക്കായിരുന്നു കേട്ടോ. ഭയങ്കര അതായത് ഇത് കമ്പോസ് ചെയ്തൊന്നും എനിക്ക് ചോദിച്ചില്ലേ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ കമ്പോസ് ചെയ്ത് ഇത് അറിഞ്ഞിട്ടില്ല. കാരണം അത്ര ഫാസ്റ്റായിട്ട് കമ്പോസ് ചെയ്ത് കൊടുത്തു. അത്ര ഞാൻ സത്യം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ അത്ര ലാഘവത്തോടെ ഭയങ്കര ഇതിൽ കണ്ടിട്ടില്ല. ഒരു സീരിയസ് ആയിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം ഷിജുബായി ആണെങ്കിലും പപ്പ സാറാണെങ്കിലും ഫൈസൽ മാഷൊക്കെ ആണെങ്കിലും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ തന്നിട്ടില്ല. ഏത് ഒരു ഓവർ വെയിറ്റ് ഇട്ട് മനസ്സിലായി ഞാൻ ഇപ്പം ചെയ്തുതരാം കേട്ടോ പറയുമ്പോൾ അവരൊരു ഫൺ ഒരു സെറ്റപ്പിലാവുമ്പോൾ നമുക്ക് ഈസി ആയിരുന്നു. എല്ലാവരും സിനിമയിൽ മാത്രമല്ല ഫണ്ട്, സിനിമയിൽ മാത്രം സ്ക്രിപ്റ്റിൽ മാത്രമല്ല ഫണ്ടായിട്ടുള്ളത്. നമ്മള് ഇതൊക്കെ അതന്നെയാണല്ലോ ഇതിലേക്ക് ചേരുമ്പടി ചേരുമ്പോഴാണ് അതിന്റെ ഒരു സുഖം എന്ന് പറയുന്ന പോലെ ആയിരിക്കും. ഇതെന്തായാലും നല്ല പ്രതീക്ഷ ഉണ്ട്. നല്ല പ്രതീക്ഷ ഉണ്ടാവട്ടെ, നല്ല വിജയത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ആയിക്കോട്ടെ.